വെള്ളിപറമ്പ് റോഡാണിത്. ഇവിടെ ഇത് കണ്ടോ, ഈ റോഡ് ഇങ്ങനെയാണ് വരുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് വഴി, യഥാർത്ഥത്തിലുള്ള റോഡിൻ്റെ ഭാഗം ഇതാണ്. റോഡ് പണിത ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അന്ന് ആ കോവിഡ് കാലമായിരുന്നു, ഈ സ്ഥലത്ത് കൂടെ അല്ലാതെ, അതായത് എൻക്രോച്ച് ചെയ്തെടുത്തതാണ്. ആ മതിൽ കാണുന്നുണ്ടോ, ദിവസം ഇവിടെ അപകടമാണ്. ഇത് കണ്ടോ, അനധികൃതമായി കയ്യേറിയതാണ് അത്. റോഡ് പണിത ആൾക്കാരോട് ഞങ്ങളിത് പറഞ്ഞത്, കൾവെട്ട് കുറച്ച് നീട്ടിപ്പണിയാൻ, ഭാവിയിലെങ്കിലും. ദിവസം ഒരു 2-3 ആക്സിഡൻറ്റ് ഈ സ്ഥലത്ത് നടക്കുക. വണ്ടി പെട്ടെന്ന് ആ ഭാഗത്ത് വരുമ്പോൾ, ഇത് സ്ട്രെയിറ്റ് റോഡാവേണ്ട റോഡ് വളഞ്ഞ റോഡായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് തവണ ഞാൻ പോയി പറഞ്ഞപ്പോൾ പറഞ്ഞത് വെച്ചാൽ റോഡ് പണി തടസ്സപ്പെടുത്തും. ഇപ്പം നമ്മൾ ഇതിൻ്റെ പുറകെ നടന്നില്ല. പിന്നെ കോവിഡ് കാലമായിരുന്നു, ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുന്ന സമയത്തായിരുന്നു ഈ റോഡിൻ്റെ പണി നടന്നത്. ഇത് കണ്ടില്ല, ഈ മതിലുള്ളതുകൊണ്ട് കാഴ്ച കിട്ടുന്നില്ല, ദിവസവും അപകടമാണ്. ഈ മതിലിൻ്റെ ഉള്ളിലാണ് ഇലക്ട്രിക് പോസ്റ്റ് ഇരിക്കുന്നത്, കണ്ടോ. ഇലക്ട്രിക് പോസ്റ്റ് ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ ഒരു കാരണവശാലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ സ്ട്രീറ്റ് ലൈറ്റ് വെക്കൂലെന്നാണ് പറഞ്ഞത്. ഇത് എൻക്രോച്ച് ചെയ്തെടുത്താന്നാണ് ഇവിടെ ഉള്ള ആളുകൾ പറയുന്നത്. അതായത് ഈ ഭാഗമൊക്കെ കണ്ടോ, ഇത് മണ്ണിട്ട് തരത്തില്ല യഥാർത്ഥത്തിലുള്ള സ്ഥലം. ഈ KVM 48 പോസ്റ്റിൻ്റെ അവിടെ തൊട്ട് മുഴുവനും കള്ളപ്പടിയാണ് ചെയ്തിരിക്കുന്നത്. കാണിച്ചാൽ ഇത് കണ്ടോ, ഈ വളവില്ലായിരുന്നോ ശരിക്കും. ഇവിടെ കണ്ടല്ലോ, റോഡ് സ്ട്രെയിറ്റ് റോഡ് വന്നിട്ട് ഇതിങ്ങനെ വന്ന് കണ്ടോ, ഇത് വളച്ച് ഇത് കൂടെ കണ്ടോ, ഇത് കണ്ടോ, മതിലിൻ്റെ കാഴ്ച ഇല്ല. അത് PWD റോഡാണ്, അത് സ്ഥലം കയ്യേറിയതാണ്. അന്നത്തെ കാലത്തൊക്കെ ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കരാറുകാരൻ അതിനനുസരിച്ച് വളച്ചും തിരിച്ചു കൊടുക്കും. കണ്ടോ, ഈ ആളുകൾ എത്ര പേരാണ് ഇവിടെ വന്ന് ആക്സിഡൻ്റ് ആകുന്നത്. പലതും ഗുരുതരമായ പരിക്കാണ്. ഇത് ആരോട് പറയാൻ, അത് കേൾക്കൂലല്ലോ. പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതായി. ആരെങ്കിലും നോട്ട് ചെയ്ത് നാട്ടുകാരൻ തടഞ്ഞാൽ മതിയായിരുന്നു എന്ന പണി. ഞാൻ തടയുമെന്ന് പറഞ്ഞാൽ കാരണം ഈ ആളുകളെല്ലാം വീണ് മരിക്കുന്നുള്ളത് യാതൊരു സംശയം വേണ്ടല്ലോ. ഇതുണ്ടോ, ഈ സ്ട്രെയിറ്റ് റോഡ് വരുന്ന സ്ഥലത്ത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു വളവാണ് കേട്ടോ. സ്ട്രെയിറ്റ് റോഡിൽ വളവ്, സ്ട്രെയിറ്റായിട്ട് പോകേണ്ട വയനാട് വെള്ളിപറമ്പ് റോഡ് വളവ്. ഇവിടെ മാത്രമേ ഉള്ളൂ വളവ്, വേറെ എവിടെയും ഈ റോഡിൽ വളവില്ല. എന്നിട്ട് ഈ വളവ് വരുന്ന അടുത്ത് ദിവസവും ആക്സിഡൻറ്റ്, ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 2-3 ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റുന്നുണ്ട്. സർക്കാർ എന്നിട്ട് CMDRF ഫണ്ടിൽ നിന്ന് പൈസയും കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ, ഗവൺമെൻറ്റിൻ്റെ പൈസ ഒരു തരത്തിൽ പോയിക്കൊണ്ട് നിൽക്കുന്നുമുണ്ട് ഈ ഒരു വിഷയത്തിൽ. പിന്നെ സ്റ്റേറ്റിന് എത്ര നഷ്ടം. ഇങ്ങനെ ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഇവിടെ വരണം, നോക്കണം, എത്ര ഇതാണ് പണി. ഈ വളവ് ഇത് അനധികൃതമായിട്ട് കെട്ടിയുണ്ടാക്കിയ ഇതാണ്, കണ്ടില്ലേ, എൻക്രോച്ച്മെൻറ്റ്. ഈ മതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തൊരു മതിൽ കാണിച്ചു തരാം. അതാണ് അളവ്, കണ്ടോ. ആ മതിലിൻ്റെ അവിടുന്ന് കണക്ഷൻ വരേണ്ടതാണ് ഇങ്ങോട്ടേക്ക്. പക്ഷേ ആ മതിലിൻ്റെ അവിടുന്ന് പിന്നെ ഇത് വളച്ച് ഇങ്ങോട്ടെടുത്തു. എന്നാൽ ഇത് കണ്ട ആളുകൾക്കൊക്കെ മനസ്സിലാവും. ഇത് കണ്ടോ, ഈ റോഡ് വളഞ്ഞു പോയി. എന്നിട്ട് പിടിക്കണം, കണ്ടോ, വളഞ്ഞു കിടക്കുന്ന റോഡ്. കണ്ടോ, ഇത് സ്ട്രെയിറ്റ് റോഡ് ഇവിടെ വരുമ്പോഴത്തേക്ക് വളഞ്ഞ്, കണ്ടോ, നല്ല വളവാണ്, ചെറിയ വളവല്ല. ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്നിട്ട് കാണിച്ചു തരാം, എന്നാലും അതിൻ്റെ ഗൗരവം മനസ്സിലാവും. ഒരാൾ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഉള്ള അവസ്ഥ കാണിച്ചു തരാം. ഇവിടെ ആണെങ്കിൽ എന്തോ ചത്ത് കിടപ്പുണ്ട്, ഇവിടെ ഭയങ്കര സ്മെല്ല്. കുറേ എത്ര നാളെയെന്ന് അറിയാം. എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ് വന്ന അന്നോട്ട് ഞാൻ പുറകെ നടക്കുക ഈ ഒരു വിഷയത്തിൽ. ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇത് ആർക്കും കണ്ടാൽ മനസ്സിലാവുന്നത് കയ്യേറിയാന്ന്. കാണിച്ചു തരാം, ഇതാണ്ടോ, നോക്കിയതാ തടസ്സപ്പെട്ട് കിടക്കുന്നത് സ്ട്രെയിറ്റ് റോഡ്. ഇവിടെ സ്ട്രെയിറ്റ് കണ്ടോ, ഇവിടെ നിന്നൊക്കെ സ്ട്രെയിറ്റ് റോഡ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് കണ്ടോ പണി നിർത്തിയിരിക്കുക ഈ ഭാഗത്ത്. പിന്നെ ഇവിടെ ഇങ്ങനെ, പിന്നെ ഇത് കണ്ടോ, ഇത് കയ്യേറിയ സ്ഥലം. അത് കണ്ടോ, വളവ് കണ്ടോ, വണ്ടികൾ ഇത് എന്തുമാത്രം സ്പീഡിലാണെന്നറിയാം. ആ ഭാഗത്തു നിന്ന് വരുന്നത്, ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു വളവ് ഇവിടെ. ഇത് റോഡ് ആദ്യം ഉള്ളത് ചെറിയ റോഡായിരുന്നു. അപ്പം ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുത്തിട്ട് ചെയ്തതാണ്. എന്നിട്ട് അതിനകത്ത് കൃത്രിമം കാണിച്ച് ഇത്തവണ റോഡ് പണി ഇതപ്പോഴും ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്തതെന്നുള്ളത്. സൈഡിൽ എന്താ പറയുക, വെള്ളം ഒഴുകുന്ന കനാലുണ്ടായിരുന്നു. അത് ഇവർ മേലെ സ്ലാബ് ഇടുന്നതിന് മുമ്പേ തന്നെ ഒരാൾ മതിൽ പണിതായിരുന്നു. അപ്പോൾ സ്ലാബ് ഇടാൻ സ്ഥലമില്ല. അങ്ങനത്തെയൊക്കെ പരിപാടി ഈ റോഡിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ ആരെങ്കിലും ഉദ്യോഗസ്ഥന്മാർ എൻ്റെ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഞാൻ വന്ന് കാണിച്ചു തരാം. ഇതിപ്പം വെള്ളിപറമ്പെന്ന് വരുന്ന ഭാഗത്തുള്ള സ്ഥിതിയാണ്. കണ്ടില്ല മതിൽ, ഇത് ശരിക്കും ആ മതിലിന് നേരെയാണ് വരേണ്ടത്. അതാണ് കറക്റ്റ് വഴി. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇത് റോഡ് ഒരു ക്രോസിങ് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇയാൾ ഇങ്ങോട്ടേക്ക് വളച്ചിട്ട് എൻക്രോച്ച് ചെയ്ത്. ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉടമ വളച്ച ആളൊക്കെ അയാൾ കൈമാറിക്കളഞ്ഞു. ഈ വിഷയം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മനസ്സിലായ ഉടനെ അയാളിപ്പോൾ കൈമാറി കെട്ടിടം.
ഈ കെട്ടിടത്തിൻ്റെ പുറകുവശം എൻക്രോച്ച് ചെയ്തിരിക്കുകയാണ്. വെള്ളം അവിടെ മണ്ണിട്ട് താഴ്ത്തിയോണ്ട് അപ്പോൾ വെള്ളം ഒഴുകാത്തത്. ഇത് കണ്ടോ, ഇതെങ്ങനെ അപകടം ഉണ്ടായിരിക്കും. ഇതാണെങ്കിലും മെഡിക്കൽ കോളേജ് അല്ല, വയനാട് ഭാഗത്തു നിന്ന് തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വണ്ടികൾ മൊത്തം ഇതുവഴിയാണ് പോകുന്നത്. ഗൂഗിൾ മാപ്പ് ഇട്ടാലേ ഈ വഴി കൂടെ അല്ലാതെ വണ്ടി പോവില്ല. വണ്ടിയുടെ ഇത് കാണിക്കില്ല, സിഗ്നൽ കാണിക്കുന്ന ഇതുവഴിയാണ്. കണ്ടോ, ഇതാ ഇങ്ങനെ വന്നിട്ട് നേരെ പോയിട്ട് അതിനകത്ത് ഇടിക്കുക, ആ മരത്തിലാണ് ഇടിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വരുവാണെങ്കിൽ നോക്കി കണ്ടോ വളവ്, ഇതാ അത് നേരെ കാണുന്നതാണ് വയനാട് ജംഗ്ഷൻ. കണ്ടോ, വയനാട് സ്കൂളാണ് അത് കാണുന്നത്, വയനാട് സ്കൂൾ. പുറത്തുനിന്ന് വരുമ്പോഴുള്ള കാഴ്ചയാണിത്. റോഡ് നോക്ക്, ആ മതിൽ കണ്ടോ, ദൂരത്തുനിന്ന് ഒരു മതിൽ കാണാം. വാഹനങ്ങൾ പോകുന്നത് നോക്കിക്കോളും, കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഈ മതിലാണ് യഥാർത്ഥത്തിലുള്ള അതിർത്തി വരുന്ന മതിൽ. അതിർത്തി എന്ന് പറഞ്ഞാൽ ഈ മതിലിൻ്റെ കണക്കാക്കിയിട്ട് വേണം ബാക്കിയുള്ളവർ ചെയ്യേണ്ടിയിരുന്നത്. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ മതിൽ കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ നോക്കിയാൽ കാണിച്ചു തരാം. ഇവിടെ ഒരു റോഡ് വരുന്നുണ്ട്. ഇയാൾ BSNL ജോലിയുള്ള ആളാണ്. അയാൾ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്, കെട്ടിയിട്ടുണ്ട്. ഒക്കെ VM 44 വരെ കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മഴ വന്നപ്പം ഇവൻ ഇവിടെ നിന്ന് നോക്കി K45 വന്ന് VM 45 എത്തി. നോക്കി കണ്ടോ, ഇങ്ങോട്ടേക്ക് കയറ്റിയെടുത്ത് ഇവർ കയ്യേറിയിട്ടുണ്ട് ആദ്യം. പിന്നെ അതിനുശേഷം അയാളും കയ്യേറി നല്ലൊരു വളവ് വന്നു. ഇത് സ്ട്രെയിറ്റ് റോഡായിരുന്നു ശരിക്കും. ഓക്കെ, കാണാലോ. ഉണ്ടോ വളവ് കണ്ടോ, നോക്ക്. കൽവെട്ട് പണിയുമ്പോൾ ഞാൻ പറഞ്ഞതാണ് അവരോട്, അളവ് ഇതല്ല. റോഡ് പണിയതപ്പോൾ റോഡിൻ്റെ വീതി കണ്ടോ, റോഡ് ശരിക്കും പറഞ്ഞതായി ഇങ്ങനെയാണ് വരുന്നതിരിക്കുന്നത് കേട്ടോ. ഈ വീതിയിൽ ഇവിടുന്ന് നേരെ പോകേണ്ട റോഡ് കരാറുകാരൻ പണിതപ്പോൾ ഇങ്ങനെ പണിത് കണ്ടോ, നോക്കി കണ്ടോ, ഇങ്ങനെയാണ് റോഡ് വന്നിരിക്കുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ ഇങ്ങനെ ആ മതിൽ കണക്കാക്കിയിട്ട് ചരിഞ്ഞ്, ആ മതിൽ കണക്കാക്കിയിട്ട് ചരിഞ്ഞ് പോയി. ആ മേരെ കാണുന്നത് വയനാട് സ്കൂളാണ്. വയനാട് സ്കൂളിൻ്റെ അവിടെ നിന്ന് കണ്ടോ, വയനാട് സ്കൂളാണ് അത് നിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് റോഡിങ്ങനെ വന്ന് പെട്ടെന്ന് റോഡ് കണ്ടോ ഓവിച്ചാൽ ഇവിടെ വന്ന് ഈ കനാൽ പണിതത് പകുതിക്കാണ് വെച്ചാൽ പകുതിയാണ് ശരിക്കും ഇങ്ങോട്ട് കൂടെ കയറ്റണതാണ്. ഈ വളവിന് കണക്കാക്കിയിട്ട് ഈ കയ്യേറ്റത്തിന് കണക്കാക്കിയിട്ട് പണി ചെയ്ത് കോവിഡ് കാലത്താണ് പണിതത്. ഞാൻ ഒരുപാട് പറഞ്ഞു അവരോട്, ഇത് തെറ്റായിട്ടാണ് ചെയ്യുന്നത്, തെറ്റായിട്ട് അപകടം വരുന്നത്. ഒന്നും വരില്ല, പണി കഴിഞ്ഞാൽ നന്നായിട്ട് ഓടുന്നതാണ്. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷെ ആരും അനങ്ങിയില്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ റോഡ് പണി മുടങ്ങുന്നുള്ള രീതിയിലാണ് സംസാരം വന്നത്. എന്നും നിത്യ അപകടം. എത്ര പേരെയാണെന്നറിയോ എടുത്തോണ്ട് പോകുന്നത്. ഒരു ദിവസം ഒരു 2-3 അപകടം നടക്കുന്നുണ്ട് ഇവിടെ. ഈ മതിലെല്ലാം അനധികൃതമാണ്. ഈ വീട് തന്നെ അനധികൃതം. അതിൻ്റെ പുറകുവശം മുഴുവനും ആരോ കെട്ടി പണിതിട്ടെന്നാണ്. അപ്പം എന്തായാലും വേണ്ട നടപടിയുള്ളൂ. ബാക്കി റോഡ് നോക്കിക്കേ, ഇതാ സ്ട്രൈറ്റ് റോഡാണ്, വളവില്ലാത്ത റോഡാണ്. വെള്ളിപറമ്പ് ഭാഗമാണിത്.